ഇതിനിടയിൽ ഒരാൾക്കുള്ള മറുപടിയായിട്ട് തന്നെ ഇത് പറഞ്ഞു. എനിക്ക് നമ്മൾ ഈ പടത്തിൻ്റെ പോസ്റ്ററൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ ഇതൊക്കെ വല്ല കാച്ചവടം നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ എനിക്ക് കമൻറ്റ് വന്നു. ഞങ്ങളൊക്കെ സിനിമ ചെയ്യേണ്ടത് അത് ഈ ബാഹുബലി മാത്രം ഉണ്ടായാൽ മതി പോലെ അല്ലേ? ഇങ്ങനെയുള്ള സിനിമകളും ഉണ്ടെന്ന് പണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് സിനിമയിൽ എന്ത് സൗഹൃദങ്ങളുണ്ടെങ്കിലും ആ സിനിമയ്ക്ക് നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വിളിക്കുകയുള്ളൂ. മമ്മൂക്കയെ കുറിച്ചൊക്കെ ഇനി നമ്മളിരുന്ന് പറഞ്ഞാൽ കുറച്ച് പ്രേക്ഷകരിൽ പറക്കൊട്ടവർ പറയും തള്ളു തുടങ്ങി, സൂപ്പിക്കൽ, ഒലിപ്പിക്കൽ എന്നൊക്കെ പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരെ അങ്ങനെ നമ്മളിരുത്തി സൂപ്പിച്ചാലോ ഇതൊന്നും നമുക്ക് അങ്ങനെ വേഷങ്ങളൊന്നും കിട്ടില്ല. സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെയും വിളിക്കൂ. കുട്ടനാടൻ കുയിൽ പാടി കൂട്ടത്തിൽ ഞങ്ങളും കൂടി. ടോനുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? ഞാൻ എന്നെക്കാട്ടിൽ ഒരുപാട് പ്രായത്തിലുള്ളതാണെന്ന് എനിക്കറിയാം. ഞാൻ ബ്രോ എന്നാണ് വിളിക്കുന്നത്. പേര് വിളിക്കാൻ പോലും അങ്ങനെ ഒരു അവർ നിൽക്കുന്ന നില നമുക്കറിയാം. ഇവിടെ നിൽക്കുന്നത് പുള്ളി നടനേക്കാട്ടിലും ഒരു നല്ല മനുഷ്യനാണ്. എൻ്റെ ചങ്ക. ഡബ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നടന്മാർക്ക് ഡബ്ബുണ്ട്. ഇക്കയ്ക്ക് വേണ്ടി വേറെ ആളാണ് ചെയ്യുന്നത്. സമയമില്ലാത്തതുകൊണ്ട് വാലത്തപ്പൻ്റെ നാട്ടിൽ നല്ല ശ്രീലകം വാഴുന്ന കോവില് ചുറ്റിപ്പറക്കും അമ്പലപ്രാവുകളെ. ഹായ്, ഹലോ, നമസ്കാരം. ജെറി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു ടീമുണ്ട്. കോട്ടയം നസീർ, റൂത്ത്, പ്രമോദ് വെളിനാട്. നമസ്കാരം എല്ലാവർക്കും. എന്നോട് വിശേഷം? സുഖം. വിവേകാനന്ദൻ വൈറലാണ് ആണെന്ന് പറയുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? വളരെ സന്തോഷം. അത് സന്തോഷം ഇരട്ടി സന്തോഷമാണ്. കാരണം കമൽ സാറിന്റെ ഒരു ആക്ഷനിൽ കെട്ടിലും ആദ്യമായിട്ട് നിൽക്കാൻ പറ്റി. അഴകിയ രാവണൻ എന്ന് പറഞ്ഞ സിനിമ എൻ്റെ വീടിനടുത്താണ്. കുറച്ച് അന്നാണ് ഞാൻ മഹാനായ നടൻ മമ്മൂക്കായെ നേരിട്ട് കാണുന്നത്. അന്ന് കുറേ ഏറെ നടന്മാരാണ്. അന്ന് ശരിക്കും മമ്മൂക്കായും കമൽ സാറിനെ കാണുമ്പോൾ ഉണ്ടായ ഒരു സന്തോഷം. കാരണം ഇവരുടെ സിനിമകളെ വല്ലാതെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ. മമ്മൂക്കാൻ്റെ ജീവനാണ്. അപ്പോൾ ഇങ്ങനെ നിന്ന് ആ കമൽ സാറിൻ്റെ ആക്ഷനിൽ കെട്ടലും കുറേ കാലത്തിന് ശേഷം വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സാറിനെ കണ്ട ഉടനെ ആദ്യം പറഞ്ഞതാണ്, സാറത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിരുന്നു. അപ്പോൾ വലിയൊരു പിന്നെ ഷൂട്ട് കഴിഞ്ഞാൽ പോരാൻ തന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചെവി പറഞ്ഞു, ഇതൊരു ചെറിയ സാധനമാണ്, വലിയതുണ്ട്, വരുന്നുണ്ടോ, അവിടെ മതി. അത് തന്നെ വലിയ സന്തോഷം. രസമായിരുന്നു. നല്ല ഷൈൻ ചേട്ടൻ്റെ 100ാമത്തെ സിനിമയായിരുന്നു. ഒരു കോ ആക്ടർ എന്ന നിലയിൽ ഷൈൻ ചേട്ടനെ പറ്റി എന്താ പറയാനായിട്ടുള്ളത്? ഭയങ്കര രസമല്ലേ പുള്ളിയായിട്ട് ഒരു കാണുന്നൊരു കുട്ടിത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. നമുക്ക് പലർക്കും പല രീതിയിലൊക്കെ അദ്ദേഹത്തെ ഫീൽ. പക്ഷേ എനിക്ക് രസകരമായി തന്നെ ഞാനൊരിപ്പം 4 പടം ഒന്ന് ചെയ്തു. എനിക്ക് രസമായിട്ട് തന്നെ തോന്നി. പുള്ളി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ രസം. അത് പുള്ളിയുടെ ഒരു മൂഡ്. അതൊക്കെ ചിലർ വല്ലാതെ ആസ്വദിക്കും, ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയപ്പെടുന്നത്. പക്ഷേ പേഴ്സണലി എനിക്ക് എന്നെ യാതൊരു രീതിയിലും ഒന്ന് ശല്യപ്പെടുത്തുകയോ ബുദ്ധിമുട്ടുകയോ ഒന്നും ചില പെർഫോം ചെയ്യുന്ന ചേട്ടാ ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ എന്നോട് പറയുമ്പോൾ എനിക്ക് പുറമേ കാണുന്ന ഒരാളായിട്ട് പുള്ളിയെ ആക്ഷന് മുമ്പ് തോന്നിയിട്ടില്ല. അങ്ങനെ രസമായിട്ട് തന്നെ എന്നെ 4 സിനിമയാണ് തോന്നുന്നു. 4 സിനിമയിലും എന്നോട് അങ്ങനെ മോശമായി പെരുമാറിയിട്ടില്ല. നല്ല പെരുമാറിയിട്ടില്ല അങ്ങനെ പറയാം. സന്തോഷകരമായിട്ട് പേടിയാന്നേ പറയാൻ. പ്രമോദ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഗംഭീർ പെർഫോമറോടാണ്. ഒരു നടിയുണ്ട് അതെ, റൂത്തിന്റെ പേര് തന്നെ വെറൈറ്റി അല്ലേ? ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചോദിച്ചു, റൂത്തിന്റെ പേര് എന്താണെന്ന്. ആദ്യത്തെ പടമാണോ അതോ? അല്ല, കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ് സീരീസ്. ആ കുട്ടിയാണ് ഈ കുട്ടി. അപ്പൊ കുറച്ച് വണ്ണമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് കഴിഞ്ഞ് ഞാൻ ഇതിന്റെ അകത്ത് കുറച്ചും കൂടെ വണ്ണം വെച്ചേക്കുന്നത്. ജെറിക്ക് വേണ്ടിട്ട് കുറച്ചും കൂടെ വെയിറ്റ്, ഒരു 4-5 കിലോ കൂട്ടി. അത് കൊള്ളായിരുന്നു കേട്ടോ. കേരള ക്രൈം ഫയൽ കണ്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്. അപ്പം എന്താണ് ഈ സിനിമയിലെ 2 ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എല്ലാം പറയണം. ആദ്യം ഇക്ക വന്നപ്പോഴേക്കും അറിയില്ലായിരുന്നു ഉണ്ടാവുന്ന. ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഒരേ ദിവസം ഒന്നും ഷൂട്ടിന് ഉണ്ടാവും അറിയില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു ആള്. അപ്പൊ ഒന്നാമത് റോഷാക്ക് ഇറങ്ങിയ ആ ഒരു സമയമാണല്ലോ. അപ്പം ഇടയ്ക്ക് ഒരു സമയം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, റോഷാക്ക് ഭയങ്കര രസമായിട്ടുണ്ട്, പിന്നെ ഇക്ക വരയ്ക്കും, അപ്പം ആ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പ്രമോദേട്ടന് പ്രൊജക്റ്റിൽ ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ സെറ്റ് ചെന്നപ്പോഴാണ്. കാരണം വേറൊരാളായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിരുന്നത്. പ്രമോദേട്ടൻ വേറൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പൊ ഇങ്ങനെ വന്ന് സീൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു, ഇപ്പം പ്രമോദേട്ടൻ. അപ്പൊ ഞാൻ പ്രമോദേട്ടനോ? അപ്പൊ ചോദിച്ചാൽ മറ്റേയാളൊക്കെ പോയി ഇനി പ്രമോദേട്ടൻ അത് ചെയ്യുന്നേ എന്ന് പറഞ്ഞു. പിന്നെ എന്നാ സീനിന്റെ ഇടയ്ക്ക് കളിയാക്കും, നമ്മളെ ചിരിപ്പിക്കും, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സീനുകളിൽ. അങ്ങനെ ചില കുസൃതി പരിപാടികളൊക്കെ ഉണ്ട് പുള്ളിക്ക്. അങ്ങനെ രസമായിരുന്നു. നസീർക്ക, സിനിമയുടെ ടൈറ്റിലും ബാക്കിയുള്ള പ്രമോയിലൊക്കെ കാണുമ്പോൾ ഒരു എലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. ശരിക്കും എലിയാണോ നായകൻ എന്ന് പറഞ്ഞാൽ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ട്രെയിലർ കാണുമ്പോൾ. ആരാണ് നായകൻ? ഒരു നായകനെ ഇരിക്കുന്നത്, വേറൊരു നായകൻ, പിന്നെ സണ്ണി. 2 പേരാണ് ഇവർ 2 സുഹൃത്തുക്കളാണ്. തൊട്ടടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്ന 2 ഫാമിലിയാണ്. അതിലുണ്ടാകുന്ന
അവരുടെ ചില ഇഷ്യൂസാണ് ഈ പടത്തിൻ്റെ ഒരു കഥാഗതി പോകുന്നത്. അതിൻ്റെ അകത്ത് വന്നു കയറുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റേത്. രവീന്ദ്രൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഞാനൊരു ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥനാണ്. അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസറാണ്. അതെ അതെ, സീരിയസ് ആണ്. സീരിയസ് ക്യാരക്ടർ. ഓക്കെ. അപ്പൊ ഈ റോഷാക്കിന് ശേഷം സീരിയസും കൂടെ അങ്ങ് പിടിച്ചു പോരുവാണോ? പഴയ കോമഡി ചെയ്യുന്ന നസീർക്ക് എവിടെ? അയ്യോ അങ്ങനെയല്ല. ഞാനിപ്പോൾ പാപ്പച്ചനൊളിവിലാണെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അത്യാവശ്യം ഹ്യൂമറുള്ള ഒരു അളിയൻ ക്യാരക്ടറായിരുന്നു ചെയ്തത്. അല്ല, ഇപ്പം കിട്ടുന്നത് അങ്ങനത്തെ വേഷങ്ങളാണ്. കുറച്ച് എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറും കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ അതാണ് താല്പര്യം. മറ്റേത് നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരാളല്ലേ, തമാശ ചെയ്യാൻ അറിയാമെന്ന് ഇനി നമ്മളത് പ്രൂവ് ചെയ്യേണ്ട ആ സമയമല്ലോ. സിനിമയിൽ അങ്ങനത്തെ വേഷങ്ങൾ കിട്ടിയാൽ ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, മുൻകാലങ്ങളിൽ ചെയ്തിരുന്നതൊക്കെ അങ്ങനത്തെ വേഷങ്ങളാണ്. അപ്പം നമുക്കൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് ഒരു ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്കൊരു, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർ തന്നെ തളയ്ക്കപ്പെട്ടിങ്ങനെ കിടക്കും എപ്പോഴും. രണ്ടുപേരും മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഞാനില്ല, പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും അത് ഉടനെ സാധിക്കും. ഭയങ്കര മമ്മൂക്ക ഇത് നോക്കിയാ മതി, വേറെ നമുക്ക് നോട്ടായിട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഭയങ്കര അപ്ഡേറ്റഡ് അല്ലേ എല്ലാ കാര്യവും. നമുക്ക് ഇതുപോലെയുള്ള എല്ലാ കഴിവുള്ള കലാകാരന്മാരെ എല്ലാരെയും ഇങ്ങനെ എന്താ പറയാ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും. ആ സമയാകുമ്പോൾ പേസ്റ്റ് ചെയ്യപ്പെടും. കണ്ടാൽ അപ്പൊ വിഴിഞ്ഞ ആ സമയാകുമ്പോൾ പേസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ തീർച്ചയായിട്ടും മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കും. 7 സിനിമ എന്തോ മമ്മൂക്കയുടെ ഒപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ആദ്യ സിനിമയിൽ മമ്മൂക്കയുടെ ഒപ്പം ആദ്യ ഷോട്ട് വെക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ആ സിനിമയിൽ ആകെ കൂടി മമ്മൂക്കയായിട്ടുള്ള ഒരു സീൻ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൽ മമ്മൂക്കയെ എടുത്തു പൊക്കുന്നൊരു, മമ്മൂക്കയല്ല ശ്രീനിയേട്ടനെ എടുത്തു പൊക്കുമ്പോൾ ലാസ്റ്റ് ഇതെല്ലാം പൊട്ടിയിട്ട് നമ്മളങ്ങ് പോകാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കയറിപ്പോകുന്ന ആ സീനിലേ ഉള്ളൂ ഞാൻ ഒരുമിച്ചുള്ളത്. പിന്നെ സ്കൂളിൽ അദ്ദേഹം നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ അതൊക്കെ കട്ട്സ് വേറെ വേറെ ഷോർട്സ് അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അന്ന് പറയുമായിരുന്നു മമ്മൂക്കയുടെ കൂടെ എനിക്ക് ഒരു വേഷം ചെയ്യണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ കഥ പറയുമ്പോൾ അത് അഭിനയിച്ചോ മമ്മൂക്ക പറഞ്ഞു, ആ എൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ, എൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാബുട്ടിയുടെ നാമത്തിലൊക്കെ മമ്മൂക്ക തന്നെ വിളിച്ചു തന്നാണ്. ബാബുട്ടിയുടെ നാമത്തിൽ അതുപോലെയൊക്കെ ഉള്ളത് നല്ല എക്സ്പീരിയൻസ് അല്ലേ. എന്താ ഈ പറയണേ? ഇപ്പൊ മമ്മൂക്കയുടെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ? ഏതാണ്? പുതിയ മമ്മൂക്കയുടെ ഓസ്ലർ. പിന്നെ എന്ത് തോന്നി കണ്ടു കഴിഞ്ഞപ്പോ? എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ പടം കണ്ടപ്പോ. മമ്മൂക്കയെ കുറിച്ചൊക്കെ ഇനി നമ്മളിരുന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് പ്രേക്ഷകരിൽ കൊട്ടവർ പറയും, ആ തള്ളു തുടങ്ങി, സൂപ്പിക്കൽ ഒലിപ്പിക്കൽ എന്നൊക്കെ പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരെ അങ്ങനെ നമ്മളിരുത്തി സൂപ്പിച്ചാലോ ഇതൊന്നും നമുക്ക് അങ്ങനെ വേഷങ്ങളൊന്നും കിട്ടില്ല. സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെയും വിളിക്കുകയുള്ളൂ, അതാരായാലും. അപ്പം നമ്മളോട് നല്ലത് ചെയ്യുന്നവരെക്കുറിച്ച് നമ്മൾ നല്ലത് പറയണ്ടേ? തീർച്ചയായിട്ടും. അവരത്ര ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർ നമ്മളോട് എല്ലാവരുടെയും സ്വപ്നമല്ലേ അവരോടൊപ്പം അഭിനയിക്കുക, അവരോടൊപ്പം ഒരു സൗഹൃദം ഉണ്ടാക്കുക എന്നൊക്കെ. അപ്പോൾ നമുക്ക് ആ ഭാഗ്യം കിട്ടുമ്പോൾ നമ്മളത് പറയണമെന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇത് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര പടത്തിൽ അഭിനയിക്കണം? ഇപ്പോൾ റോഷാക്ക് കഴിഞ്ഞിട്ട് ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ സൂപ്പിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ അതിനകത്തുണ്ടാവണ്ട എല്ലാ പടത്തിലും. അങ്ങനെയൊന്നും ഇല്ലെന്നേ. അത് നമ്മുടെ പ്രേക്ഷകരിലെ ഒരു കുറച്ച് ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല, നമുക്ക് നല്ലത് ചെയ്യുന്നവരെ കുറിച്ച് നമ്മൾ നല്ലത് തന്നെ പറയാം. എനിക്ക് തോന്നിയ വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ ലെജൻഡുകൾ ജോലി ചെയ്യുന്ന അതേപോലെ ഒരു ജോലി അങ്ങനെയല്ല എങ്കിൽ കൂടി അവർ സിനിമാ മേഖലയിൽ അവരുടെ ഇപ്പുറത്ത് ഓരം പറ്റി നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അവരെ പോലുള്ള 2 മനുഷ്യരുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് ഞാനും ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലായി. അവരൊക്കെ ചെയ്യുന്ന ഒരു ജോലിയുടെ കൂട്ടത്തിൽ ഏറ്റവും പിന്നാമ്പുറത്തുനിന്ന് നമ്മളും അതിനകത്തുണ്ട്. സിനിമാക്കാർ എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കാതെ അതിനപ്പുറത്തൊരു ഭാഗ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ, ഒരു നടൻ എന്ന രീതിയിൽ അതിനപ്പുറത്തൊരു ഭാഗ്യം എനിക്കില്ലാതെ. അഭിനയിക്കുക അല്ലെ അതൊക്കെ പിന്നീടുള്ള കാര്യം. പക്ഷേ അല്ലേ, സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇവിടെ ഒരു ശക്തനായിട്ടുള്ള സുഹൃത്തുണ്ട് സിനിമയില്. ആരാന്ന് മനസ്സിലായോ? ടോവിനോ. ടോവിനോ ആയിട്ടുള്ളൊരു സൗഹൃദം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത് എവിടുന്ന? എനിക്ക് ഒരു ജീവിതം തന്ന സിനിമ കളയാണ്. കളയിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് എത്തുന്നത്. അന്ന് തന്നെ ചേർത്ത് പിടിച്ച ആ മനുഷ്യനെ. അത് എൻ്റെ പെരുമാറ്റമാകാം, അല്ലെങ്കിൽ പെർഫോമൻസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, പെരുമാറ്റമായിരിക്കും എന്നാണ് ചെയ്തത്. ഞാൻ എന്നെക്കാട്ടിൽ ഒരുപാട് പ്രായത്തിനുള്ളതാണെന്ന് എനിക്കറിയാം. എങ്കിലും എന്നെ വിളിക്കും, ഞാൻ ബ്രോ എന്നാണ് വിളിക്കുന്നത്. എന്താ പേര് വിളിക്കാൻ പോലും അങ്ങനെ ഒരു അവർ നിൽക്കുന്ന നില നമുക്കറിയാം എവിടെ നിൽക്കുന്നത്. ആ സൗഹൃദം വല്ലാതെ സ്നേഹിക്കും. ഇടയ്ക്ക് വിളിക്കും, എൻ്റെ അമ്മയോടും ഭാര്യയോടും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ്.
സിനിമയിൽ എനിക്ക് അത്രയും വലിയ ഒരു സൗഹൃദം വേറെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങൾക്കിടയിൽ ഒരാളായിരിക്കും ഞാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ വല്ലാതെ ഇഷ്ടപ്പെടുകയും എൻ്റെ മനസ്സോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരാളാണ്. പുള്ളി നടനേക്കാട്ടിലും ഒരു നല്ല മനുഷ്യനാണ്. അതാണ് അതിൻ്റെ ഒരു അത് എൻ്റെ ജീവിതത്തിൽ അറിയാമല്ലോ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ വീടിൻ്റെ പാലുകാച്ചനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് ചങ്ങനാശ്ശേരിയിലൊരു കടയുടെ ഉദ്ഘാടനത്തിൽ ഹെലികോപ്റ്റർ കൊടുത്തപ്പോഴേ പുള്ളി മനസ്സിലായി. ഒന്നുമില്ലാതെ ഒറ്റ ഫോൺ കോളാണ്. ഞാനിങ്ങനെ ഫോൺ കോൾ പോലും ഞങ്ങളിങ്ങനെ ലൊക്കേഷൻ നമ്മുടെ അന്വേഷിപ്പിൻ ഇപ്പോൾ നമ്മുടെ പുറത്തിനോടൊപ്പം ഇറങ്ങുന്ന അന്വേഷിപ്പിൻ കണ്ടത്തിൻ്റെ ലൊക്കേഷനിൽ ഞാൻ പറഞ്ഞു ബ്രോ എൻ്റെ വീടിൻ്റെ പാലുകാച്ചാണെന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് എന്നാന്ന് ചോദിച്ച് അദ്ദേഹം ടോയ് പറഞ്ഞൊരു ഡേറ്റില്ല എൻ്റെ വീടിൻ്റെ പാലുകാച്ച്. അന്ന് വീട്ടിൽ വരികയും എനിക്ക് നാട്ടിലൊരു വിലയും നിലയൊക്കെ ഉണ്ടാക്കി തന്ന ഒരാളാണ് സിനിമയിൽ. പിന്നെ അതുകൊണ്ട് എപ്പോഴും ഇപ്പം ഞങ്ങൾ 3 പടമായി. നീലവെളിച്ചത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നടക്കുന്ന ഒരു ക്യാരക്ടർ, ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഒപ്പമുള്ള ഒരു ക്യാരക്ടർ. അപ്പം അതുകൊണ്ട് വലിയ എൻ്റെ ചങ്ക. ഈ ചങ്കിന്റെ പ്രത്യേക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം ഇന്ന്, അതറിയോ? ബർത്ത്ഡേ ഇന്ന് നമ്മുടെ അന്വേഷണത്തിന്റെ ഇത് ഇറങ്ങുന്നല്ലേ? അതെ, ഇന്ന് ബർത്ത്ഡേ ആണ്. വിളിച്ചായിരുന്നാണല്ലേ? അങ്ങനെ വിളികൾ വളരെ കുറവാണ്. വിശ്വാസം ഒന്നും പറഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും പുള്ളിക്ക് അവാർഡുകൾ കിട്ടിയ സമയത്തൊക്കെ ഒന്ന് വിളിച്ച് സന്തോഷം. പിന്നെ നാളെ എന്ത് പടത്തിനൊക്കെ പരിക്ക് പറ്റി അപ്പോൾ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുന്ന ഒരാളാണ്. ഒരു ബർത്ത്ഡേ പോലത്തെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ആയിരക്കണക്കിന് കോളുകളായിരിക്കും. അവർക്ക് തന്നെ ഒരു ബാധ്യതയാവും. അതായത് വിശേഷ ദിവസങ്ങൾ, ഓണം, ക്രിസ്മസ് പോലെയുള്ള അല്ലെ ന്യൂ ഇയർ പോലുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ ഫോണിന്റെ അവസ്ഥയുണ്ടല്ലോ, ഈ ഹാപ്പി ന്യൂ ഇയർ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ന്യൂ ഇയർ ആവും ഈ ന്യൂ ഇയറിന് കിട്ടിയ മെസ്സേജ് മുഴുവൻ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിളി കുറവായിരിക്കും. അടുത്ത ദിവസം നേരിട്ട് കാണും. അപ്പോൾ അന്ന് ചെയ്യാം. അത് തന്നെയല്ല ഇപ്പൊ പറഞ്ഞ 1000 കോളുകളാണ്. അതിൽ 1000-ൽ ഒരുവനാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്ക് സിനിമയിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ് പ്രേക്ഷകർക്ക് നമുക്ക് തരുന്നത്? എന്താണ് ഈ സിനിമ? ഇതൊരു ഭയങ്കരമായിട്ട് എന്താണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വെടിവെപ്പ്, തലവെട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥയൊന്നുമല്ല. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന 2 കുടുംബങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ തമ്മിലുള്ള ഒരു കഥയാണിത്. അതിൻ്റെ അകത്തുണ്ടാകുന്ന തമാശകളും അതിലുണ്ടാകുന്ന ചില ധാരണപ്പശകളും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്ത് പോകുന്നൊരു കഥയാണ്. നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന പോലത്തെ ഒരു കഥയാണ്. ഇതിൽ നമുക്ക് ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചൊരു സത്യസന്ധത കൂടെയുള്ള നടക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ നമ്മൾ അത്ഭുതങ്ങളല്ല പറഞ്ഞിട്ടുണ്ട്. അനീഷ് ഇതിനെ വളരെ രസമായിട്ട് അതിനെ മേക്ക് ചെയ്തിട്ടുണ്ട്, റിയലിസ്റ്റിക് ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഡബിൾ ക്യാം ഷൂട്ടായിരുന്നു, ഫുള്ള് സിനിമ ഡബിൾ ക്യാം ഷൂട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡബിൾ ക്യാം ഷൂട്ട് വരുമ്പോൾ ഒരു ഗുണം, നമ്മുടെ ആക്ഷൻ കണ്ടിന്യൂറ്റി നമുക്ക് ഏറ്റവും ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം അഭിനയിച്ചു, പിന്നെ അടുത്ത ഷോട്ടിന് വേണ്ടി വീണ്ടും അഭിനയിച്ചു. അപ്പോഴൊക്കെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ നമ്മുടെ മുഖഭാവം, പണ്ടത്തെ സിനിമകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ സിനിമകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് വൈഡ് സീൻസ് ഉണ്ടാവും, എന്നിട്ട് പെട്ടെന്ന് ക്ലോസ് വരും. ആ ക്ലോസിലെ റിയാക്ഷൻ ആയിരിക്കില്ല അടുത്ത വൈഡ് തട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. കാര്യം ഈ വൈഡെല്ലാം എടുത്തു കഴിഞ്ഞ് ക്ലോസ് എടുക്കും. അപ്പോൾ ആ ക്ലോസിലിടുന്ന എക്സ്പ്രഷൻ്റെ കണ്ടിന്യൂറ്റി ആയിരിക്കില്ല മിക്കപ്പോഴും കാണാൻ പറ്റും. ഇപ്പോഴത്തെ എന്നുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ആ കണ്ടിന്യൂറ്റി ഭയങ്കര ഇപ്പോഴത്തെ ഉണ്ട്. അല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല ആംഗിളിൽ നിന്നും ഒരേ ഷോട്ട് തന്നെ 2 ക്യാമറ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യും. പിന്നെ അപ്പോഴേ മോണിറ്ററിൽ പോയി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെയല്ല, ആ സമയത്ത് എന്തൊക്കെ നോക്കാമല്ലോ. പണ്ട് അതിൻ്റെയൊക്കെ കുറവുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഇതിനെ അങ്ങനെ ഭയങ്കര രസമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ സിനിമയിൽ ചിലപ്പോൾ അവരെ പേര് പറയാൻ പെട്ടെന്ന് അറിയില്ലായിരിക്കാം, പക്ഷെ കാണുമ്പോൾ അവരെല്ലാം അവിടെ എവിടെയൊക്കെ ആയിട്ട് നമ്മൾ എവിടെയൊക്കെ ഇഷ്ടപ്പെട്ട കുറേ പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ താരങ്ങളെ ആയിരിക്കില്ല ഇതിൽ കാണുന്നത്, കഥാപാത്രങ്ങളെ. തീർച്ചയായും. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ അനീഷിന് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. ഈ സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പുള്ളിക്ക് മുൻവിധിയോടുകൂടി തന്നെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ സന്തോഷം. അപ്പോൾ അത് പുള്ളി നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു മേടിക്കും. പുള്ളിക്ക് ആവശ്യമുള്ളത് വരെ അത് മേടിച്ച് പിന്നെ തീർച്ചയായും. അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ്. തണുപ്പും അല്ല, നമുക്കൊന്നും അത്ര പിടിക്കുന്നവരുണ്ട്. ലൊക്കേഷൻ എവിടെയാണ്? കട്ടപ്പന കാൽവരി മൗണ്ട് എന്ന് പറയുന്ന സ്ഥലം. തണുപ്പെന്ന് പറഞ്ഞാൽ അസാധ്യ, ജനുവരിയിലാണ് ഒരു ഭയങ്കര അത്ര മനോഹരമാണ്. കട്ടപ്പന കുമിളിക്ക് ഇടയിൽ വണ്ടമേട് എന്ന് പറയും. ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഏലക്ക ഉണ്ടാവുന്ന സ്ഥലമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടുന്ന് കുട്ടിക്കാനം തൊട്ട് അങ്ങോട്ട് അവിടെയുള്ള ആളുകളും പാവാ, നല്ല ആൾക്കാരാണ് ചിലരൊക്കെ അല്ലേ, ഏറെക്കുറെ നമ്മള് സെയിം ആണ്. ആലോചിക്കുന്നത് ഇവിടെ
അപ്പോൾ അത് അങ്ങനത്തെ അതും പിന്നെ ആ നാട്ടിൻ പ്രദേശത്തുള്ള കുറേ ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പേരുകളോ ഒക്കെ അല്ല അവരെ ഓർക്കാതിരിക്കാൻ വല്ലാതെ കാരണം അത്ര സ്നേഹമായിരുന്നു അവർ. നമ്മളൊക്കെ ലൊക്കേഷൻ ചെല്ലുന്നുണ്ട്, അവർ റെഡിയായി ജാക്കറ്റ് ഒക്കെ ഇട്ട് മുമ്പ് പറഞ്ഞ പോലെ ജാക്കറ്റ് വെറുക്കാൻ തന്നെ ഒരാളുണ്ടായിരുന്നു. അത്ര തണുപ്പാണ്. നിങ്ങളൊക്കെ 6-7 ജാക്കറ്റിനകത്ത് എന്നിട്ട് തപ്പിയെടുക്കുക ജാക്കറ്റ്. അല്ല അവിടുത്തെ ഇപ്പൊ എനിക്ക് അവിടെ ചെല്ലുമ്പോ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് പോകുമ്പോഴല്ലേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോ അവിടെ ഭയങ്കര. അതുകൊണ്ട് അവരുടെ ഒരു 2 വീട്ടുകാരുടെ സഹകരണം, ആ നാട്ടിലുള്ള കുറേ ആളുകളുടെ ഒരു വൈകുന്നേരം ഈ ചൂടിന്റെ മാത്രമല്ല കേട്ടോ. ഈ നമ്മൾ ഇവിടുന്ന് എറണാകുളത്തുനിന്ന് നമ്മൾ കുട്ടിക്കാനോ അല്ല കട്ടപ്പനയൊക്കെ പോകുമ്പോൾ ഈ ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫ്രഷ്നെസ് ഭയങ്കരമാണ് അല്ലേ. ഈ പൊല്യൂഷന്റെ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേറൊരു കുറെ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെ നമ്മള് തണുപ്പ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വാ വിളിക്കുമ്പോഴേ ആവി എല്ലാവരും എല്ലാരും സിഗരറ്റ് വലിക്കണം വിചാരിക്കുന്നത്. അപ്പം ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടു വളർന്ന ആൾക്കാരാ ഞാനൊക്കെ. ഇപ്പം ജെറി എന്ന് പറയുമ്പോ അതില് ജെറി ഇല്ലാതെ ടോമില്ലല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥ. സെറ്റിൽ അങ്ങനെ എന്തെങ്കിലും ടോം ആൻഡ് ജെറി വുമൻസ് ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരു 4-5 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സീൻസ് ഉണ്ട് അത്യാവശ്യം. ഇവരൊക്കെ ആയിരുന്നു അതിനകത്ത് മെയിൻ. അല്ല ടോം ആൻഡ് ജെറി പോലെ ഇതിന്റെ അകത്ത് ജെറി ഇത്തിരി കുസൃതിക്കാരനാ, കുരുത്തക്കേടാണ്. ഇത്തിരി കുരുത്തക്കേടാണ്. നല്ല തമാശ ഉണ്ട് സിനിമയിൽ. അത് ആ എടുത്തപ്പോൾ തന്നെ നമുക്ക് ചിരി വരുത്തുന്ന ചില ദോഷമില്ലാത്ത നർമ്മങ്ങൾ അതൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ ചില ഇതാണ്. അത് നിങ്ങളിപ്പം ടോം ആൻഡ് ജെറി കണ്ട് വളർന്നവരാന്ന് പറഞ്ഞ പോലെ ഇത് കാണുമ്പോഴും ഏകദേശം അങ്ങനെ ഒരു രസകരമായ ഒരു യാത്ര ഉണ്ടാകും. അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല സമയത്ത് നമ്മൾ കൊല്ലുകയല്ല, ഉറപ്പാണ്. ഈ സിനിമ നഷ്ടപ്പെടുത്തുകയല്ല. ജെറി എന്ന് പറയുന്ന ഒരു എലിയുടെ ക്യാരക്ടറാണ്. അതറിയാമല്ലോ. ആദ്യം തന്നെ എലിയുടെ കാര്യം ചോദിച്ചാൽ അതെ എലിയുടെ ക്യാരക്ടറാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എലി ഫുള്ള് വെച്ചിട്ടൊരു പ്ലേ അല്ല ഈ പടം. എലി കണ്ട ചില ജീവിതങ്ങൾ ഒരുപാട് ഈ എലിയെ വെച്ചിട്ട് അങ്ങനെ ഒരു ഫുള്ള് എലിയെ അങ്ങനെയല്ല. ഇതിന്റെ ഒരു നിർണായക സ്ഥാനത്ത് എലിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. അതാണ് അങ്ങനെ ടൈറ്റിൽ വരാൻ തന്നെ കാരണം. നമുക്ക് പറക്കന്തടയിലേക്ക് വരുമ്പോ മറ്റേ ഐശ്വര്യ പാസ്പോർട്ട് അങ്ങനത്തെ ഒരു എലി നമ്മൾ കണ്ടിട്ടില്ല. ആ എലി അതിലേ പോയി പുതിയ ഇറക്കിയതാ. സിനിമ വിജയിക്കട്ടെ. ഫെബ്രുവരി 9 സിനിമ തിയേറ്ററിലേക്ക് വരികയാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക, ഞങ്ങളുടെ സിനിമയെ വിജയിപ്പിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അതെ, അതായത് സ്ഫടികത്തില് ഉർവശി ചേച്ചി ലാലേട്ടനോട് പറഞ്ഞ പോലെ മാഷിന്റെ 50 പവന്റെ ഇടയിൽ ഞങ്ങളുടെ ഈ മാല മുക്കിക്കളയെന്ന് പറഞ്ഞ പോലെ വലിയ പടങ്ങളുടെ ഇടയിൽ നമ്മുടെ ഈ പടം നിങ്ങൾ മുക്കിക്കളയരുത്, ഞെക്കിക്കൊല്ലരുത്. ഞങ്ങളുടെ ചെറിയ വലിയ പടം ചെറിയ പടം കഥയല്ലേ പ്രാധാന്യം. അല്ല അതുണ്ട്. പക്ഷെ എന്നാലും നമ്മള് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് പറയണമല്ലോ. വിസിബിലിറ്റി വ്യത്യാസമുണ്ട്. ഒരു സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് വരുമ്പോൾ അതിന്റെ ബാക്കി അപ്ഡേഷൻ വരുമ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് മുൻകരുതലെടുക്കും. ഇത് തിയേറ്ററിൽ പോയി കാണാം, ഇതിങ്ങനെ കണ്ടാൽ മതിയെന്ന് അല്ലേ. അങ്ങനെ ഒരു ഇതുണ്ട്, ഇല്ലെന്ന് പറയണ്ട. ഞാൻ പറയണം അങ്ങനെ ഒന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് മുക്കിക്കളയരുതെന്ന് പറഞ്ഞത്. അല്ല, ഇതിനിടയിൽ ഒരാൾക്കുള്ള മറുപടിയായിട്ട് തന്നെ ഇത് പറഞ്ഞു എനിക്ക്. കാരണം എനിക്ക് പ്രയാസം ഉണ്ടാക്കി. നമ്മൾ ഈ പടത്തിന്റെ പോസ്റ്ററൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ ഇതൊക്കെ വല്ല കച്ചവടം നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ എനിക്ക് കമന്റ് വന്നു. അതൊക്കെ ഉണ്ടാവും, മനസ്സിലായി. അപ്പോൾ ഞങ്ങളൊക്കെ സിനിമ ചെയ്യേണ്ടത് അത് ഈ ബാഹുബലി മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളും ഉണ്ടെന്ന് പണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ 2 മണിക്കൂർ ഇത് മോശമാക്കില്ല, നല്ലൊരു സിനിമ ആയിരിക്കും എന്നുള്ള അപ്പം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലുണ്ടാകും, രസമായിരിക്കും. ചിത്ര പ്രദർശനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അപ്ഡേഷൻ ഒന്നും കിട്ടിയില്ല പിന്നീട്. എവിടെയാണ്? ദുബായിൽ എന്തോ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ചെയ്തു. അല്ല സോറി, 2022 നവംബറിലാണ് ചെയ്തത്. ഷാർജ ബുക്ക് ഫെയറിനായിരുന്നു. ഷാർജ ബുക്ക് ഫെയറിന് ആദ്യമായിട്ടാണ് ഒരു പെയിന്റിംഗ് എക്സിബിഷൻ നടക്കുന്നത്. അത് ഞാനാണ് നടത്തിയത്. എൻ്റെ ഒരു ബുക്ക് റിലീസ് ഉണ്ടായിരുന്നു. ആർട്ട് ഓഫ് മൈ ഹാർട്ട് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. പെയിൻറ്റിങ്സ് അടങ്ങിയ ബുക്കാണ്. മമ്മൂക്കയാണ് അത് അവിടെ റിലീസ് ചെയ്തത് ഇവിടെ. അതൊരു വലിയ ഫംഗ്ഷനായിരുന്നു. ഒരുപാട് സിനിമയിൽ നിന്നും അല്ലാണ്ട് നമ്മുടെ അന്വേഷിപ്പ് കണ്ടത്തിന്റെ ലൊക്കേഷൻ കൊണ്ടുവന്ന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. പുതിയ പടങ്ങൾ എന്തെങ്കിലും ആയോ? അതായത് പടം ഒരു വർഷമായിട്ട് സത്യം പറഞ്ഞാൽ വരയില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ വരച്ച് വെച്ചിരിക്കുന്ന 100 ചില്ലുവാനും പെയിൻറ്റിങ്സ്, വലിയ പെയിൻറ്റിങ്സാണ്. ഇത് നമ്മൾ വെക്കാൻ ഇത് എവിടെ സൂക്ഷിക്കും എന്നുള്ളതാണ്. ഈ ക്യാൻവാസ് പെയിൻറ്റിങ് ആയതുകൊണ്ട് കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കിയില്ലെങ്കിൽ പൂപ്പലെടുത്ത് പോകും. അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലം ഉണ്ട്. അപ്പം പുതിയത് വരച്ചാൽ ഇത് എവിടെ കൊണ്ട് വെക്കും എന്നുള്ളതുണ്ട്. പിന്നെ സിനിമ
ഒരു പിന്നെ പണി നടക്കുന്നുണ്ട്, പണിക്കും പോകണം. അല്ല, നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നത് കഴിവുകളാ ഇത്ര നാള് നസീർക്കയ്ക്ക്? സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്യാന്നുള്ളതല്ലേ. അപ്പോൾ അത് കിട്ടുമ്പോൾ മാക്സിമം അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. വരയ്ക്കുമ്പോൾ ഇനിയും ചെയ്യാമല്ലോ. സകലകല വല്ലഭൻ എന്നൊക്കെ തീർച്ചയായും തീർച്ചയായും. ആക്ട് ചെയ്യും, മിമിക്രി ചെയ്യും, ഡബ് ചെയ്യും. ഡബ് ചെയ്യുന്നില്ല, ഇപ്പൊ ഡബ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഡബിങ് ഞാൻ അങ്ങനെ വേറെ ആർക്കും വേണ്ടി ചെയ്തു, ഒരുപാട് നടന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ. ഒരുപാട് നടന്മാർക്ക് ഡബ്ബുണ്ട്. ഇക്കയ്ക്ക് വേണ്ടി വേറെ ആളാ ഇപ്പൊ ചെയ്യുന്നത്. സമയമില്ലാത്തോണ്ട് അങ്ങനെ അല്ലാണ്ട് വേറെ ഡബിങ് ഞാൻ പോയിട്ടില്ല. പടം വരയ്ക്കും. ഒരു സിനിമയില് അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിരുന്നു നാഷക്കയുടെ ഈശോ. പിന്നെ ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിരുന്നു, കുട്ടിച്ചെന്ന് പറഞ്ഞിട്ട്. ജയസൂര്യയുടെ ഒരു പുതിയ പടം വരുന്നുണ്ട്. നിങ്ങള് സുഹൃത്തുക്കളല്ലേ? കടമറ്റത്ത് കത്തന എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സിനിമ വരുന്നുണ്ട്. അതിനെ പറ്റി വല്ല അപ്ഡേഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ. അതിലേക്ക് കാസ്റ്റിംഗ് ഉണ്ടോ? ഇക്ക ഉണ്ടോ? അഭിനയിക്കുന്നുണ്ടോ അതില്? അല്ല, അതിൽ കാസ്റ്റിങ്ങിന് വിളിച്ചിരുന്നു ഒരു വേഷത്തിന് വേണ്ടി. പക്ഷെ അത് തലമുട്ടയടിച്ചിട്ട് നമ്മൾ കുറച്ച് നാൾ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ മറ്റു സിനിമകളെ മറ്റ് വർക്കുകൾക്ക് ബാധിക്കുന്നൊരു പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ടാണ് അത് ചെയ്യാൻ. എന്നാലും സൗഹൃദത്തിന്റെ പേരിൽ അപ്ഡേഷൻസ് ഒക്കെ പിന്നെ ഇതിന് സിനിമയല്ലേ, ഞാൻ പറഞ്ഞല്ലോ, സിനിമയിൽ എന്ത് സൗഹൃദങ്ങളുണ്ടെങ്കിലും ആ സിനിമയ്ക്ക് നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വിളിക്കുകയുള്ളൂ. അല്ലാതെ സൗഹൃദത്തിൻ്റെ പുറത്ത് ചിലപ്പം വിളിക്കുന്നത് അത് ആ സൗഹൃദത്തിൻ്റെ പുറത്തായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഗുണമുണ്ടാവണം എന്നില്ല. നമുക്ക് ഗുണമുണ്ടാവുന്നതാണ് നല്ലത് എപ്പോഴും. നമുക്കൊരു പാട്ടുപാടി അവസാനിപ്പിച്ചു. ഇതായിരിക്കുന്നു. കുട്ടനാടൻ കുയിൽ പാടി കൂട്ടത്തിൽ ഞങ്ങളും കൂടി കൊട്ടുംകുരവയുമായി കെട്ടുവള്ളങ്ങൾ നിരന്നേ. കുട്ടനാടൻ കുയിൽ പാടി കൂട്ടത്തിൽ ഞങ്ങളും കൂടി കുട്ടംകുരവയുമായി കെട്ടുവള്ളങ്ങൾ നിരന്നേ. തെയ്യാദിനം ദിനം താരോ തകതയ്യത്തിനം ദിനം താരോ തെയ്യാദിനം ദിനം താരാ തെയ്യത്തിനം ദിനം താരാ. കാവാലത്തപ്പൻ്റെ നാട്ടിൽ നല്ല ശ്രീലകം വാഴുന്ന കോവിൽ, കോവില് ചുറ്റിപ്പറക്കും അമ്പലപ്രാവുകളെ. തെയ്യാദിനം ദിനം താരോ തകതയ്യത്തിനം ദിനം താരോ തെയ്യാദിനം ദിനം താരാ തെയ്യത്തിനം ദിനം താരാ തെയ്യത്തിനം ദിനം താരാ തെയ്യത്തിനം ദിനം താരാ. അടിപൊളി. ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ട്, റിപ്പീറ്റേഷൻ ഇല്ലാത്ത ഒരു പാട്ട്. അപ്പം സന്തോഷം. താങ്ക് യു.